അല്ല, അത് എല്ലാ വർഷവും ഒരു കൂടായ്മയുടെ ഭാഗം തന്നെയാണത്. എല്ലാ വർഷവും തൃശ്ശൂർ പൂരം അടുക്കുമ്പോൾ മാത്രം ഇത്തരം ഓരോ സംഭവങ്ങൾ ഉണ്ടാകുന്നത് കൂടായ്മയുടെ ഭാഗം തന്നെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുമോ? ഇത് നിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ട്, പലരും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഓരോ വർഷവും പൂരം നടക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളും അവസാന നിമിഷം ഞങ്ങൾക്ക് കോടതിയിൽ പോകണം, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോകണം. ഇത് ഞങ്ങൾക്ക് പലപ്പോഴും ആർക്ക് വേണ്ടിയാണ് നടത്തുന്നതെന്ന് തോന്നൽ ഞങ്ങൾക്ക് വന്നു തുടങ്ങി. അതുപോലെ തന്നെ പൂരം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ ഉള്ള അനുമതി അത് ഞങ്ങൾക്ക് ഉണ്ടാവണം. ഓരോ വർഷവും യോഗം കൂടി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. ഞങ്ങളെ വിളിച്ച് ഓരോ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് അവരാണ് ഇപ്പോൾ നടത്തുന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു കാര്യത്തിലും നമുക്ക് എന്താ പറയുക, നല്ല രീതിയിൽ ഞങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായി വരുന്നത്. ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ലംഘിക്കപ്പെടുകയാണ്. എല്ലാം ഇവരുടെ ഓരോ നിയമങ്ങൾക്കനുസരിച്ച് മാറ്റപ്പെടാൻ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ പൂരത്തിൻ്റെ പല ചിട്ടപ്പെടുത്തിയ ക്രമങ്ങളും മാറ്റപ്പെടുത്തുവാൻ ഞങ്ങൾ നിർബന്ധരാകാണ്. അതിന് ഇനി ഞങ്ങൾ തയ്യാറല്ല. ഒരു പ്രശ്നവുമില്ലാതെ നടന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം എല്ലാ വർഷവും തൃശ്ശൂർ പൂരം എടുത്താൽ പ്രശ്നങ്ങളായി, കോടതിയായി, പ്രശ്നങ്ങളായി. എല്ലാവരും വന്ന് ആസ്വദിച്ചു പോകും. ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ ഭാരവാഹികളും പ്രസിഡന്റും സെക്രട്ടറിയും മറ്റു ഭാരവാഹികളൊക്കെ കോടതി കയറി ഇറങ്ങേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. തൃശ്ശൂർ പൂരത്തിൻ്റെ മുഖ്യ സംഘാടകരായ തിരുവമ്പാടി ദേവസ്വത്തിന് പറയേണ്ടി വന്നതാണ് പൂരത്തിന് മുന്നോട്ടുള്ള നടത്തിപ്പിന് എവിടെയൊക്കെയോ ചില അട്ടിമറികൾ, ഗൂഢാലോചനയുണ്ടെന്ന്. അങ്ങ് ശബരിമലയിൽ തുടങ്ങി ഏറ്റവും അവസാനം തൃശ്ശൂർ പൂരം വരെ നീണ്ടു നിൽക്കുന്ന അട്ടിമറിയുടെ ഗൂഢാലോചനകൾ, കാണാമറയത്തിരുന്ന് ആരൊക്കെയോ നിയന്ത്രിക്കുന്ന അച്ചുതണ്ടിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെ മാത്രം തലയിൽ കെട്ടിവെച്ച് ഇത്തരം അട്ടിമറികൾ, ഇത്തരം പ്രതിസന്ധികൾ, അതിൽ നിന്ന് തലയൂരാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമോ, അല്ലെങ്കിൽ LDFന് കഴിയുമോ? ശബരിമലയും തൃശ്ശൂർ പൂരവും പോലെ കേരളത്തിൻ്റെ അഭിമാനമായ മാനബിന്ദുക്കൾ തകർക്കുക എന്ന അജണ്ട ആരുടേതാണ്? തൃശ്ശൂർ പൂരം തകർക്കാൻ ഗൂഢാലോചനയുണ്ട് എന്ന് തിരുവമ്പാടി ദേവസ്വത്തിന് തുറന്നു പറയേണ്ടി വന്നതിന് പിന്നിൽ ഏതാനും ചില പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണോ ഉത്തരവാദികൾ? ഈ വിഷയമാണ് ഇന്ന് ജനറൽ ഡിബേറ്റ് പരിശോധിക്കുന്നത്. അതിഥികളായി നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് കെ രാംകുമാർ, BJP പ്രതിനിധിയായി പ്രിൻറ്റു മഹാദേവ്, ഒപ്പം LDFിൽ നിന്ന് അഡ്വക്കേറ്റ് സതീഷ് വസന്ത് എന്നിവരിൽ നിന്നാണ് ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത്. ആദ്യം ഞാൻ ഈ ചർച്ച ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രിൻറ്റു മഹാദേവിൽ നിന്നാണ്. അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ പൂരവുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളും, അവിടെ ഉണ്ടായ എല്ലാ സംഭവവും ശ്രീ പ്രിൻറ്റുവിന് അറിയാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ പ്രിൻറ്റു, ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് താങ്കൾ കേട്ട പ്രതികരണം തിരുവമ്പാടി ദേവസ്വത്തിൻ്റെതാണ്. തുറന്നു പറയുകയാണ്, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. എല്ലാ വർഷവും തൃശ്ശൂർ പൂരത്തോടൊപ്പം ഒരു വിവാദത്തെ കൂട്ടിക്കെട്ടാൻ എവിടെയൊക്കെയോ ചില ആലോചനകൾ നടക്കുന്നു. ആ ആലോചനകൾ ഇന്നലെ ഇപ്പോൾ നടപടിക്ക് മുഖ്യമന്ത്രി ശുപാർശ ചെയ്തു എന്ന് പറയുന്ന ഒരു കമ്മീഷണറിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ശ്രീ രാംകുമാർ സാറിലേക്ക് കൂടി പറയും. ശ്രീ രാംകുമാർ സാർ, നമുക്ക് ഏറ്റവും അവസാനമായി കഴിഞ്ഞ ഒരു 5 വർഷത്തെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ അങ്ങ് ശബരിമലയിൽ തുടങ്ങി ഏറ്റവും അവസാനം ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത് അത് തൃശ്ശൂർ പൂരത്തിലേക്കാണ്. അല്പം മുമ്പ് സാറും കേട്ട് കാണും, തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ഭാരവാഹികൾക്ക് പറയേണ്ടി വന്നു എന്തൊക്കെയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന്. ഇത് തൃശ്ശൂർ പൂരത്തിൽ മാത്രം ബാധകമല്ല. ഹൈന്ദവ സംഘടനകൾ, ഭക്തജന സംഘടനകളൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് ഏറ്റവും പ്രത്യക്ഷത്തിൽ വളരെ വേഗം പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന, അല്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാകുന്നത്, ശബരിമലയിലെ യുവതി പ്രവേശന പ്രക്ഷോഭ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ പിന്നീട് നിരവധി ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ടതാണെങ്കിലും പിന്നീട് ഇത്തരം ചടങ്ങുകളെ ബന്ധപ്പെട്ടതാണെങ്കിലും ഒക്കെ എവിടെയൊക്കെ ചില ഇടപെടലുകൾ, ഒരു അട്ടിമറി സാധ്യതയൊക്കെ പലയിടങ്ങളിൽ കാണുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ നടപടി നേരിടേണ്ടി വരും എന്ന് പറയപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥരിൽ മാത്രമായി ഇത് ഒതുങ്ങുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? സാർ എങ്ങനെ വിലയിരുത്തുന്നതിന്? ഇത് എൻ്റെ വിനീത അഭിപ്രായത്തിൽ സംസ്ഥാനത്ത് നിലനിന്ന് വരുന്ന ഹിന്ദുക്കളോടുള്ള അവജ്ഞയും പുച്ഛഭാവവും പ്രതിഫലിപ്പിച്ചതാണ് തൃശ്ശൂരിൽ ആവർത്തിച്ചത്. കാരണം ഹിന്ദു സമൂഹം എന്തും സഹിക്കും എന്നൊരു ധാരണ കുറച്ചു കാലമായി നിലവിലുണ്ട്. അതിൻ്റെ പ്രകടമായ പ്രതിഫലനമാണ് ശബരിമലയിൽ നടന്ന കൂട്ട ആക്രമണം ഹിന്ദു വിശ്വാസികളുടെ നേരെ. ഒതുക്കി നിർത്തിയിരുന്ന റോഡിന് സൈഡിൽ ഒതുക്കി നിർത്തിയിരുന്ന ബൈക്കുകൾ പോലും പോലീസുകാർ കരുതിക്കൂട്ടി ആക്രമിച്ചു. പാവപ്പെട്ട ആദിവാസികളെ തല്ലിച്ചതച്ചു. എന്നിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥനെ മതിപ്പുളവാക്കുന്ന രീതിയിൽ പ്രകീർത്തിക്കാനാണ് രാഷ്ട്രീയ നേതൃത്വം ശ്രമിച്ചത്. ഇവിടെ ഹിന്ദുക്കളുടെ ഭാഗ്യത്തിന് പൊതുവെ
സൗമ്യരും ക്ഷമാശീലരുമായ ഹിന്ദുക്കൾ എന്ത് അവമാനവും സഹിക്കും എന്ന ധാരണയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അവരുടെ ഭാഗ്യത്തിന് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അവരുടെ വോട്ടുകൾ തൃശ്ശൂർ മണ്ഡലത്തിൽ നിർണായകമാണ്. ഇതുകൊണ്ട് കപട മതേതരവാദികൾ വരെ പൂരം നടത്തിപ്പിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് തലകുലിക്ക് സമ്മതിക്കാൻ പ്രത്യക്ഷമായി ആദ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അവരുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടാതിരിക്കാൻ എന്തെങ്കിലും ഒഴികഴിവ് പറഞ്ഞാലേ നടക്കൂ എന്ന രാഷ്ട്രീയ ബോധത്തിൻ്റെ പ്രതിഫലനമാണ് അവരുടെ പ്രതികരണം. പക്ഷേ ഇത് ആദ്യത്തെ അല്ല. ഇവിടെ വ്രണപ്പെടുത്തിയിരിക്കുന്ന ഹിന്ദു വികാരം മാത്രമല്ല, ഹിന്ദുക്കളുടെ ആചാരമാണ്. ഹിന്ദു ആചാരത്തിന് ഭരണഘടനയുടെ സംരക്ഷണമുണ്ട് എന്ന് സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ച് വിധിച്ചത് 54-55 കാലത്താണ്. അതിപ്പോഴും തുടർന്ന് വരുന്നുണ്ട്. ഒരുപാട് ആചാരങ്ങൾ വടക്കുംനാഥ ക്ഷേത്രത്തിൽ പൂരം സംബന്ധിച്ച് നടന്നു വരുന്നുണ്ട്. അതൊന്നും തടസ്സപ്പെടുത്താൻ ഒരു പോലീസിനും സർക്കാരിനും അധികാരമില്ല. ചെയ്താൽ ഭരണഘടന പ്രദാനം ചെയ്യുന്ന മൗലികാവകാശങ്ങളുടെ ലംഘനമാകും. പക്ഷേ ഇവിടെ ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഹിന്ദുക്കളോട് എന്തും ചെയ്യാം എന്നുള്ള അഹങ്കാരത്തും ഔദ്യത്വത്തിലുമാണ് ഇതൊക്കെ ചെയ്തു വരുന്നത്. എനിക്ക് മനസ്സിലാക്കാത്തത്, ആനയ്ക്ക് പട്ട കൊടുക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മ്ലേച്ഛമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് തടയുന്നു. വെടിക്കെട്ട് സമീപത്ത് വെടിക്കെട്ടുകാരെ പോലും പ്രവേശിപ്പിക്കുന്നത് തടയുന്നു. ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താ? വെടിക്കെട്ട് നടക്കരുത്. ആന പട്ടത്ത് നിന്ന് പട്ടിണി കിടന്ന് ആന പ്രക്ഷുബ്ധമാകണം, പറ്റുമെങ്കിൽ മതം പൊട്ടി ഓടണം, അലങ്കോലപ്പെടുത്തണം. ഇതൊരു ഗൂഢാലോചന അല്ലെങ്കിൽ പിന്നെ മറ്റെന്താ? എന്താ ഈ പോലീസ് ഉദ്യോഗസ്ഥന് അങ്ങനെ പ്രവർത്തിക്കാൻ കാരണം? അദ്ദേഹത്തിന് മേലധികാരികളിൽ നിന്ന് നിശബ്ദമായ പരിഗണന കിട്ടും എന്ന ധൈര്യത്തിലല്ലേ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം? അല്ലെങ്കിൽ ഇതുപോലെ വിചിത്രമായ രീതിയിൽ പാവപ്പെട്ട ആനക്കാരനോടും വെടിക്കെട്ടുകാരോടും താഴേക്കടയിൽ നിൽക്കുന്ന ആളുകളോടും മേക്കെട്ട് കയറാൻ ഒരു പോലീസ് ഉദ്യോഗത്തിന് ധൈര്യം എവിടുന്ന് പകർന്നു കിട്ടണോ? അതാണ് ഞാൻ പറഞ്ഞ് ഇവിടെ ഹിന്ദു സമൂഹത്തിനോട് എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ആളില്ല എന്ന ധാരണ തുറന്നു വരുന്നു. പക്ഷേ ഭാഗ്യവശാൽ ഇക്കുറി പ്രതികരണം മരിച്ചായോ? അതിന് കാരണം തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഹിന്ദുക്കൾ അതുപോലെ പ്രതികരിക്കില്ല. ഇന്നിപ്പോൾ തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റിനും അല്ലെങ്കിൽ ഭാരവാഹികൾക്കും പരസ്യമായി വസ്തുതകൾ തുറന്ന് പറയാനുള്ള നട്ടെല്ല് പ്രദാനം ചെയ്തത് കഴിഞ്ഞ കുറച്ച് കാലമായി ഹിന്ദു സംഘടിത ശക്തി പ്രാപിച്ചതുകൊണ്ടാണ്. ഈ കാര്യം നമ്മൾ വിസ്മരിക്കരുത്. ശബരിമലയിൽ അതിക്രമം കാണിച്ചപ്പോൾ ആരും ചോദിക്കാനും പറയാനുണ്ടായില്ല. പാവപ്പെട്ട കുട്ടികൾ ഇന്നും ജാമ്യം കിട്ടാതെ വിഷമിച്ച് നടക്കുന്നുണ്ട്. അവർക്ക് സഹായത്തിന് ആരും വരുന്നില്ല. ആ സ്ഥിതി മാറി. ഇന്ന് ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും പറ്റിയാൽ തിരിച്ചടി കിട്ടും എന്നൊരു ധാരണ കേരളത്തിൽ മാത്രമല്ല രാജ്യത്താകെ പരന്നു. ഇത് ശുഭോദർക്കമാണ്. അതുകൊണ്ടാണ് കപട മതേതരവാദികളടക്കം ഇവിടെ ആചാരങ്ങൾ ലംഘിച്ചു, ഗൂഢാലോചനയുണ്ട് എന്നൊക്കെ പരസ്യമായി പ്രസ്താവിക്കാനുള്ള ധൈര്യം കാണിച്ച കാരണം വോട്ട് നഷ്ടപ്പെടും എന്നൊരു ഭീതി അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ വോട്ട് കിട്ടുന്നൊരു സമൂഹമായി ഹിന്ദുക്കളെയും മാറ്റിയെടുക്കുന്നതിൻ്റെ ആരംഭമാണ്. മറ്റ് ചില സമുദായങ്ങൾക്കാണല്ലോ പ്രീണനം. ഇവിടെ വെള്ളിയാഴ്ച പച്ച എന്നൊക്കെ പറഞ്ഞ വർഗീയാവും എന്ന് പറയുന്ന ഒരു സ്ഥിതിയാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്. പച്ച എന്ന് പറഞ്ഞാൽ ഉടനെ വർഗീയമാണ്, നിങ്ങൾ വർഗീയം പറയണു എന്ന് പറയുന്ന മനോഭാവമാണല്ലോ ഭൂരിപക്ഷം. ഇങ്ങനെ ഭൂരിപക്ഷത്തെ ഭയപ്പെടുത്തിയും കീഴ്പ്പെടുത്തിയും ഭരിക്കുന്ന ഒരു രാജ്യവും ഈ ഭൂമുഖത്ത് നിലനില്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഹിന്ദു സമൂഹം ഇത് ക്ഷമിച്ചും സഹിച്ചും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു മാറ്റത്തിൻ്റെ ശംഖുലിയാണ്. തൃശ്ശൂർ പൂരവും ശബരിമലയുണ്ടായ തിക്ത അനുഭവങ്ങൾ ഹിന്ദു ജനതയെ സ്വാഭിമാനം ഉയർത്തിയെഴുന്നേക്കാൻ പ്രചോദനമാക്കുന്നതാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം. പിന്നെ പോലീസിൻ്റെ പെരുമാറ്റം നമുക്ക് പരിചയമുള്ളതാണ്. IPS ഉദ്യോഗസ്ഥന്മാർ
പലപ്പോഴും പെരുമാറുന്നത് കണ്ടാൽ സാധാരണ പോലീസുകാരൻ പോലും ലജ്ജിക്കും. അത്തരത്തിലുള്ള ഭാഷയും അഹങ്കാരവുമാണ് അവർ നിസ്സഹായരായ ജനങ്ങളുടെ നേരെ കാണിക്കുന്നത്. ഇതിന് കടിഞ്ഞാണിടാൻ ആഭ്യന്തര വകുപ്പിനോ മുഖ്യമന്ത്രിക്കോ കഴിയുന്നില്ലതാ എന്നുള്ളതാണ് ഏറെ ദുഃഖം. ഏതായാലും ഒരു കാര്യം തീർച്ചയാണ്, ഹിന്ദു ആചാരങ്ങളും അതിനെ തുടർന്നുണ്ടാവുന്ന ഹിന്ദു വികാരങ്ങളും ഹിന്ദു ഐക്യവും ഭയപ്പെടുത്തുന്നതാണ് എന്നൊരു ബോധം ഇന്ന് വന്നിട്ടുണ്ട്. അത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായി നേടിയെടുത്തതാണ്, ആരുടെ ഔദാര്യമല്ല. സഹിച്ച് ക്ഷമയുടെ നെല്ലിപ്പണി കണ്ട് എന്താവമാനവും സഹിക്കുന്നൊരു സമൂഹമാണ് എന്നത് മാറി. ഇപ്പോൾ അവരെ വ്രണപ്പെടുത്തിയാൽ, അവരുടെ വികാരം മുറിവേൽപ്പിച്ചാൽ ചോദിക്കാനും പറയാനും ആളുണ്ട് എന്നൊരു സ്ഥിതി വന്നു. ഇത് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ വളരെ വലിയ മാറ്റമാണ്. ഈ മാറ്റത്തിൽ നിന്ന് കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ട് ഹിന്ദു സമൂഹം ഉണരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശ്രീ അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്തത് മുഴുവൻ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടാണ്. തൃശ്ശൂർ പൂരം ഏറ്റവും അവസാനത്തെ ഉദാഹരണമായാണ് വിശ്വാസികളൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. ഇത്തരത്തിലുള്ള കടന്നുകയറ്റം അല്ലെങ്കിൽ ഗൂഢാലോചന, അട്ടിമറി എന്നൊക്കെ. ഈ ഗൂഢാലോചന എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേക വിഭാഗക്കാരോ പാർട്ടിയൊന്നുമല്ല. അവിടെ പൂരത്തിൻ്റെ മുഖ്യ സംഘാടകരായ തിരുവമ്പാടി ദേവസ്വമാണ് പറയുന്നത്. വർഷങ്ങളായി ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ചില ഇടപെടലുകൾ നടക്കുന്നു, ഗൂഢാലോചന നടക്കുന്നു എന്നൊക്കെ പറയുന്നത്. അങ്ങനെ പറയുന്ന ആളുകൾക്ക് ആ പറച്ചിലൊരു ബലം കൂടിയുണ്ട്. ഏറ്റവും കുറഞ്ഞത് ഞാൻ ആമുഖത്തിൽ പറഞ്ഞ പോലെ ശബരിമല മുതൽ ഇങ്ങോട്ടുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട, ആചാരങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളിലും ഇത്തരം ഇടപെടലുകൾ എവിടെയൊക്കെയോ കാണുന്നുണ്ട്. ശ്രീ സതീഷ് വസന്ത്. ഉമേഷേ, ഇപ്പം ആചാര ലംഘനങ്ങളിലൊന്നും ഈ സർക്കാർ ഇടപെടുന്നില്ല, നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. എവിടെ വേണമെങ്കിലും നിങ്ങൾ പരിശോധിച്ച് നോക്കാം. ഇതിപ്പം സംഭവിച്ച പൂരത്തിൻ്റെ ഇതിലെന്ന് പറയുന്നത് നേരത്തെ ഇതിൻ്റെ സംഘാടകരി തന്നെ അവിടുത്തെ ആൾക്കാരാണ്. നിങ്ങൾക്കറിയാമല്ലോ, റവന്യൂ വകുപ്പ് മന്ത്രിയാണ് ഇതിൻ്റെ മുഖ്യ സംഘാടകനായിട്ട് അവിടെ നിൽക്കുന്നത്. അതുപോലെ നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ ലോക്സഭാ സ്ഥാനാർത്ഥിയായ ശ്രീ അഡ്വക്കേറ്റ് സുനിൽകുമാർ, ഇവരെ രണ്ടുപേരും സംബന്ധിച്ച് നമുക്ക് രാഷ്ട്രീയത്തിന് അതീതമായി നമ്മൾ പറയുമ്പോഴത്തേക്ക് രാഷ്ട്രീയത്തിന് പൂരത്തിൻ്റെ അവർക്കൊരു വളരെ സ്വാധീനമുള്ള നേതാക്കളാണ് ഈ രണ്ടുപേരും. അപ്പം ഇവിടെ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ, പക്ഷേ അവിടെ പെട്ടെന്ന് ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ, കമ്മീഷനും ACP ആയിട്ട് ആ ഒരു പ്രശ്നങ്ങൾ ആളുകളെയൊന്നും കടത്തി വിട്ടിട്ടില്ല. നേരത്തെ രാംകുമാർ സാർ പറഞ്ഞാൽ ആനയ്ക്ക് കൊടുക്കേണ്ട പട്ട അതൊന്നും കൊടുക്കണ്ട എന്നുള്ള ഒരു ധാർഷ്ട്യത്തിലാണ് നിന്നത്. അത് അറിഞ്ഞോടെ തന്നെ ഗവൺമെൻറ് നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം കോഡ് ഓഫ് കോണ്ടാക്റ്റ് നിൽക്കുന്ന സമയമാണ്. നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ ഇടപെടില്ല. ഇലക്ഷൻ കമ്മീഷൻ്റെ അനുവാദത്തോടുകൂടി 3 പാനൽ കൊടുത്തിട്ടുണ്ട്. ഇവരെ മാറ്റിയിട്ട് 3 അംഗങ്ങളെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ADGP അജിത് കുമാറിനെ അതിൻ്റെ അന്വേഷണ വിധേയമായി അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ ഇതിപ്പോൾ നിങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കല്ലേ. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇത് രാഷ്ട്രീയവൽക്കരിച്ച് ഒരു സാമുദായിക ഈ സംവിധാനം. ഇതെന്ന് വെച്ചാൽ ഒരു ഹിന്ദുക്കളെ മാത്രമുള്ള അല്ല പൂരം എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ നാനാ ജാതിക്കാർക്ക് എല്ലാവരും പൂരം എന്ന് പറയുന്നത് മതം നോക്കാതെയും രാഷ്ട്രീയം നോക്കാതെയും ആസ്വദിക്കുന്ന തൃശ്ശൂർക്കാർ മാത്രമല്ല, ലോകമെമ്പാടത്തുള്ള ജനങ്ങൾ ആസ്വദിക്കുന്ന ഒരു ഉത്സവമാണ് തൃശ്ശൂർ പൂരം. അവരത്തെ വെടിക്കെട്ടെന്ന് നിങ്ങൾക്കറിയാമോ, സാമ്പിൾ വെടിക്കെട്ടായിരുന്നാലും അല്ലാതെ പൂരം വെടിക്കെട്ടായിരുന്നാലും ലോകത്തിലെ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വെടിക്കെട്ടാണ്. നിർഭാഗ്യവശാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായത് ഒരു കാരണവശാലും നിങ്ങൾക്കറിയാം. ഇതിനു മുമ്പ് പൂരം തുടങ്ങുമ്പോൾ തന്നെ ഈ വനംവകുപ്പിൽ നിന്ന് ആനകളുടെ ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്നു. അതിനെ ക്ലിയറാക്കി ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി തന്നെ അത് ക്ലിയറാക്കി. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്നാമത് ഉഷ്ണം നമുക്ക് കാലാകാലങ്ങൾ വരുമ്പോഴത്തേക്ക് ഉഷ്ണങ്ങളൊക്കെ കൂടുന്നതാണ്. അത് ആനകൾക്ക് അത് അഫോർഡബിൾ ആണോ എന്നുള്ള രീതിയിലായിരിക്കും അവർ വനപാലകരെ അത് ഇറക്കിയിട്ടുള്ളൂ. കാര്യം അവർക്ക് നിങ്ങൾക്കറിയാമല്ലോ, കൊല്ലത്തുള്ള പുട്ടിങ്ങൽ കേസിനെ നിങ്ങൾക്കറിയാമോ, DGP തന്നെ തീർച്ചയായും. കാര്യം എന്ന് വെച്ചാൽ എന്താണ് കാര്യം, അന്ന് കളക്ടർ അനുവാദം കൊടുത്തില്ല എന്നും എന്നുള്ള ഇതിൽ വലിയ കോലാഹലം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഈ ഉത്സവം എന്ന് പറയുന്നത് ഒരിക്കലും LDFനെ സംബന്ധിച്ച് ഒരിക്കലും മതത്തിൻ്റെ പേരിലുള്ള ഒരു കാരണം ഇതിലും ഇടപെടില്ല. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നിങ്ങൾ രാംകുമാർ സാർ എൻ്റെ ഒരു ഗുരുനാഥൻ്റെ ഞാനുമൊരു വക്കീലാണ് സാറേ. ഇതെന്ന് പറയുന്നത് അന്ന് ശബരിമല കേസ് എങ്ങനെയാണ്, സുപ്രീം കോടതി വിധിയല്ലേ. സുപ്രീം കോടതി വിധി എല്ലാവരും അംഗീകരിച്ച് കൊണ്ടുപോയല്ലേ.
സതീഷ് വസന്ത് രണ്ട് കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞപ്പോൾ അതിന്റെ മറുപടി പറയാതെ മുന്നോട്ട് പോയാൽ ശരിയാവില്ലാത്തതുകൊണ്ട് ഇടപെട്ട് മാത്രം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, താങ്കൾ ഏറ്റവും അവസാനം പറഞ്ഞത് ശബരിമല സുപ്രീം കോടതി വിധി എന്താണ് പറഞ്ഞത്? അവിടെ ഉണ്ടായിരുന്ന 1955 മറ്റോ ആണ്, ഞാൻ ഓർമ്മ ശരിയല്ല, അതൊന്ന് പരിശോധിക്കുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഉത്തരവ് റദ്ദാക്കുന്നു എന്നല്ലാതെ അവിടേക്ക് സ്ത്രീകളെ കൊണ്ടുപോകണമെന്നോ പോലീസിന്റെ സംരക്ഷണം കൊടുക്കണമെന്നോ ഒന്നും ആവശ്യപ്പെട്ടിരുന്നില്ല. അവിടെ ഞാൻ പറഞ്ഞില്ല നോക്കൂ, അതിന്റെ കംപ്ലൈന്റ് ആരാണ്? കംപ്ലൈന്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളൊന്നുമില്ല, സ്ത്രീകൾ തന്നെ. അവർക്ക് ശബരിമലയിൽ കയറണം എന്നുള്ള ഒരു അപ്പീലുമായിട്ട് അല്ല കോടതിയെ സുപ്രീം കോടതിയെ സമീപിച്ചത് കംപ്ലൈന്റ് ആണ്, അല്ലാതെ വേറെ ആരുമല്ല. അല്ല സാർ, അങ്ങനെയെങ്കിൽ സുപ്രീം കോടതിയെ സമീപിച്ച യങ് ലോയേഴ്സ് അസോസിയേഷൻ അവർ തന്നെ പറഞ്ഞു തങ്ങളെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചാണ് അവിടേക്ക് ഈ തീരുമാനത്തിലേക്ക് കൊണ്ടുവന്നത് പറയുന്നു. രണ്ടാമത്, സുപ്രീം കോടതി ആരെയും തോക്കും വാളും ഒക്കെ കൊടുത്ത് അവിടേക്ക് കൊണ്ടുവരാൻ നിർദ്ദേശം നൽകിയിരുന്നു. അത് ശബരിമലയുടെ കാര്യത്തിൽ അവിടെ നിൽക്കട്ടെ. രണ്ടാമത് നമുക്ക് പൂരത്തിലേക്ക് തന്നെ വരാം. പൂരത്തിന്റെ കാര്യത്തിൽ താങ്കൾ ആദ്യം സൂചിപ്പിച്ച പോലെ എം ആർ അജിത് കുമാർ അന്വേഷിക്കുന്നു. എങ്ങനെയാണ് സാർ അദ്ദേഹം അന്വേഷിക്കാൻ സാധിക്കുക? പൂരത്തിന്റെ തലേന്നും അന്നും അവിടെ ക്യാമ്പ് ചെയ്തിരുന്ന ഓഫീസറാണ് എം ആർ അജിത് കുമാർ. അദ്ദേഹം അവിടെ നടത്തേണ്ട ഇടപെടലുകൾ അദ്ദേഹം നടത്തിയില്ല എന്ന് പറഞ്ഞത് നമ്മളാരുമല്ല പറഞ്ഞത്, സംസ്ഥാന പോലീസ്, അദ്ദേഹത്തിന് കീഴിലുള്ള സംസ്ഥാന പോലീസിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ടിലാണ് പറയുന്നത്. ADGPയുടെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടായിരുന്നിട്ട് പോലും അവിടെ നടത്തേണ്ട ബ്രീഫിംഗ് നടത്തിയില്ല, ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നില്ല, കൃത്യസമയത്ത് ഇടപെടൽ നടത്തിയിരുന്നില്ല. ഇന്ന് എം ആർ അജിത് കുമാർ ഒരു മാധ്യമത്തോട് പറഞ്ഞത് അത്ര ഗുരുതരമായ അവസ്ഥയുണ്ടായിട്ടും അത് തന്നെ അറിയിച്ചില്ല എന്ന്. അത് അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തെ ക്രമസമാധാന നിലയുടെ കാര്യത്തിൽ ആശങ്കയുണ്ട് സാർ. കാരണം ആ ക്രമസമാധാന നിലയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ താൻ അറിഞ്ഞില്ല, രാത്രിയിലായതുകൊണ്ട് താൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ, ഇത്ര വലിയൊരു ചടങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പാടേ പരാജയമാണ്, അദ്ദേഹം പരാജയമാണെന്ന് തുറന്ന് സമ്മതിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിന് പറ്റിയ വീഴ്ച അദ്ദേഹം അന്വേഷിച്ചാൽ എവിടെയാണ് സാറേ നീതി ലഭിക്കുക? മറ്റൊന്ന്, താങ്കൾ തന്നെ പറഞ്ഞു ലോകത്തുള്ള മുഴുവൻ ആളുകളും ഉറ്റുനോക്കുന്ന, അഭിമാനത്തോടെ നോക്കുന്ന തൃശ്ശൂർ പൂരം. ഈ തൃശ്ശൂർ പൂരം പോലെ ഇത്ര വലിയ ഒരു ഇവന്റിൽ നിസാര ബുദ്ധിയോടെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥർക്ക് മാത്രം കൈകാര്യം ചെയ്താൽ, അല്ലെങ്കിൽ അവർ തീരുമാനം പോലെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് വീണ്ടും പറയുന്നതെങ്കിൽ അവിടെ ആ ഉത്സവത്തിന് നൽകുന്ന പ്രയോറിറ്റി എന്താണ് എന്ന ചോദ്യം. പിന്നെ ഒരു ഒറ്റ കാര്യം കൂടി, താങ്കൾ മുന്നോട്ട് വെച്ച റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ട് എന്നത്, അങ്ങനെയെങ്കിൽ ഒരൊറ്റ ഫോൺ കോൾ കൊണ്ട് ഏതാനും മിനിറ്റുകൾ കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമായിരുന്നു. രാവിലെ അവിടെ കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്ത് തുടങ്ങിയതാണ് അവിടെ പ്രശ്നങ്ങൾ. അപ്പോഴെങ്കിലും മന്ത്രിക്കൊന്ന് ഇടപെട്ടിരുന്നുവെങ്കിൽ ADGP എം ആർ അജിത് കുമാർ എന്ന് പറയുന്നത് മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ മാത്രമല്ല, സർക്കാരിന് വേണ്ടപ്പെട്ട ആളാണ്, സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. ഒരു ചെറിയ ഫോൺ കോൾ കൊണ്ട് മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും. അവിടെയൊന്നും ഒരു ഇടപെടൽ കാണുന്നില്ല. ഇപ്പോൾ മുഴുവൻ പ്രശ്നവും ആ കമ്മീഷണർ മാത്രം വരുത്തി വെച്ചതാണെന്ന് പറഞ്ഞ് എങ്ങനെ തല ഊരാൻ പറ്റും? അതാണ് ചോദ്യം. അല്ല, ഞാനൊരു കാര്യം ചെയ്യാൻ പറ്റേ, ഇത് വേറെ പ്രശ്നങ്ങൾ അവിടെ എന്താണ് ഉണ്ടായിരുന്നത് ഉമേഷ് എന്ന് പറയും. അവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നത് ഈ ആളുകളെ കടത്തി വിട്ടിട്ടില്ല. ഈ കടത്തിവിടാത്ത ഒരു പ്രശ്നമാണ് ആ വലിയ പ്രശ്നമായിട്ട് അവിടെ മാറിയത്. അല്ലാതെ അവിടെ വേറെ ഒരു ആരാധന ലംഘനമൊന്നും അവിടെ ഉണ്ടായിട്ടൊന്നുമില്ല. നിങ്ങളിത് പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ഒരു ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കൽ. നിങ്ങൾക്കറിയാലോ, ഒരു ദിവസമല്ല, അത് എത്ര ദിവസത്തിന് മുമ്പേ തുടങ്ങുന്നത്. ഇവിടെ നമ്മൾ ബ്രീഫിംഗ് നടത്തുന്നുണ്ടല്ലോ പല കാര്യങ്ങളിലും. നമ്മൾ സർക്കാരും ഉത്സവ കമ്മിറ്റിയായിട്ട് ഇവിടെ ഒരു പ്രശ്നവുമില്ലല്ലോ. ഇവിടെ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഈ സർക്കാരിന് അങ്ങനെ വല്ല ഇതുണ്ട്. നോക്കൂ, ഇതെന്ന് പറയുന്നത് ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് നമുക്ക് കാണണമെങ്കിലും ഇത് ഗൗരവമായി തന്നെ സർക്കാർ എടുത്തിട്ടുണ്ട്, അതൊരു സംശയമില്ല. അത് ഹിന്ദുക്കളുടെ ഒരു ആരാധനയിലെയോ രാംകുമാർ സാർ പറഞ്ഞാൽ വേറെ ഒരു മുസ്ലിങ്ങളിൽ ക്രിസ്ത്യൻസിൻ്റെ ഒന്നും പോലീസോ സർക്കാരോ ഒന്നും അങ്ങനെ ഇടപെടുന്നില്ല. അവർക്ക് അവരുടേതായ കമ്മിറ്റികളുണ്ട്, അവർ ഇരിക്കുന്നു. പക്ഷേ പോകുമ്പോഴത്തേക്ക് ചില സർക്കാരിന് ചില നിബന്ധനകൾ വയ്ക്കേണ്ടി വരും. നിങ്ങൾക്ക് സാറിന് തന്നെ അറിയാമായിരിക്കും. കൊല്ലത്തുള്ള, ഞാൻ നേരത്തെ പറഞ്ഞാൽ കൊല്ലത്തുള്ള പുട്ടിങ്ങൽ വെടിക്കെട്ടപകടം അവസാനം എന്താണ് പറഞ്ഞത്? സർക്കാർ ഇതൊന്നും നോക്കിയില്ല, സർക്കാർ അതൊരു നിബന്ധന വയ്ക്കണമായിരുന്നു. ഇതൊക്കെ പറഞ്ഞല്ലേ. പക്ഷേ ഈ പൂരത്തിൻ്റെ ഇതിൽ ഇന്നുവരെ കേട്ടുകേൾവിയില്ലാത്തതാണ് ഇപ്പം നമ്മൾ സംഭവിച്ചിട്ടുള്ളത്. അത് സർക്കാർ ഗൗരവമായി തന്നെ ഇടപെടും, ഒരു സംശയവുമില്ല. നേരത്തെ ഞാൻ ഉമേഷിൻ്റെ പറഞ്ഞല്ലേ, ഈ ഇതെന്ന് പറയുന്നത് അവിടെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള, ഏറ്റവും കൂടുതൽ ഇപ്പം മന്ത്രിയായിരുന്നാലും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പൂരത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ഈ രണ്ട് വ്യക്തികൾ. ഒന്ന് ശ്രീ രാജനും ശ്രീ സുനിൽകുമാറും. പക്ഷെ അവരാരും കണ്ടില്ല, അതാണ് പ്രശ്നം. അതാണ് പറഞ്ഞത്. അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് എന്തോ സംഭവിക്കുന്നത് നമുക്ക് അന്വേഷിച്ചാലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ.
അത് ഇപ്പോഴത്തെ നിങ്ങൾക്കറിയാലോ, കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ട്. നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് അനുവാദം കൊണ്ട് മാത്രമേ നോക്കുള്ളൂ. ഇപ്പോൾ സർക്കാരിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പം അത് എന്താണ് സംഭവിച്ചത്? നമുക്കിനി അടുത്ത പ്രാവശ്യം ഇതൊരു രാഷ്ട്രീയ വിവാദമല്ല നമുക്ക് വരേണ്ടത്. നമ്മൾ രാഷ്ട്രീയം ഇപ്പം LDF ഭരിക്കും, ചിലപ്പോൾ UDF ഭരിക്കും, നാളെ വേറെ പാർട്ടികൾ ഭരിക്കും, അതൊക്കെ ഭരിക്കും. പക്ഷേ നമ്മളെ ഈ പൂരത്തിനെ സംബന്ധിച്ച് ഇനിയൊരു പരാതികളോ ഒന്നും വരാതെ നോക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. അത് സർക്കാർ 100% അത് നിർവഹിക്കുകയും ചെയ്യും, ഒരു സംശയവും വേണ്ട. ശ്രീ പ്രിൻറ്റു മഹാദേവൻ കൂടി ചേർന്ന് ശ്രീ പ്രിൻറ്റു, അഡ്വക്കേറ്റ് സതീഷ് വസന്ത് പറഞ്ഞ താങ്കളുടെയും ശ്രദ്ധയിൽപ്പെട്ടുകയാണ്. അവിടെ ആളുകളെ തടയുക മാത്രമാണ് ഉണ്ടായത്, മറ്റൊരു ആചാരത്തിനും അവിടെ വിലക്കുകളൊന്നും സംഭവിച്ചില്ല, വിഘ്നങ്ങളൊന്നും സംഭവിച്ചില്ല. ഇന്ന് തിരുവമ്പാടി ദേവസ്വം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അവിടെ പ്രധാനമായും നടക്കേണ്ട ചടങ്ങുകൾക്ക് പലതിനും വിഘ്നം സംഭവിച്ചു. അവിടെ നടത്തപ്പെടേണ്ട പല കാര്യങ്ങളിലും, ആചാരാനുഷ്ഠാനങ്ങൾ പരമായി നടത്തേണ്ട പല കാര്യങ്ങളിലും പല വിധത്തിലുള്ള ഇടപെടൽ നടന്നു. അത് എണ്ണി പറഞ്ഞ സമയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതിലൊന്ന് രാത്രിയിലെ മടത്തിൽ വരവ് ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കേണ്ടി വന്നു. രണ്ടാമത് അവിടെ വിളക്കുമാടത്ത് തിരികെ തെളിയിക്കാൻ വന്ന ആളെ തടയുന്നു. വടക്കുന്നാഥ ക്ഷേത്രത്തിലെ മേൽശാന്തിയെ തടയുന്നു. ആനയ്ക്ക് മുൻപിൽ കുത്തുവിളക്കുമായി എത്തുന്ന ആളെ തടയുന്നു. അവരെ മർദ്ദിക്കാൻ ശ്രമിക്കുന്നു. പോലീസ് ലാത്തി വീശുന്നു. ഇത്തരത്തിൽ എടുത്തു പറയാനാണെങ്കിൽ നിരവധി സംഭവ വികാസങ്ങളുണ്ട്. അതൊന്നും പക്ഷേ അംഗീകരിച്ചു നൽകുന്നില്ല. അവിടെ ആകെ ഉണ്ടായത് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട ചില നിയന്ത്രണങ്ങൾ മാത്രമാണ് എന്ന് പറയുകയും ഉദ്യോഗസ്ഥരിൽ 1-2 ഉദ്യോഗസ്ഥരുടെ നടപടിയിൽ മാത്രമായി ഒതുക്കാനും ഒരു ശ്രമം നടക്കുന്നുണ്ട്. ശ്രീ പ്രിൻറ്റു. തീർച്ചയായും സത്യത്തിൽ വടക്കുന്നാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, പൂരവുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ നടന്ന സർക്കാർ സ്പോൺസേഡ് ആയിട്ടുള്ള പൂരം അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ്. AKG സെന്റർ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് തൃശ്ശൂരിലെ 3 മന്ത്രിമാർ നേതൃത്വം കൊടുത്ത് നടത്തിയിട്ടുള്ള ഹിഡൻ അജണ്ട വെച്ച് പ്രവർത്തിച്ച് ഈ പൂരത്തെ അലങ്കോലമാക്കിയതാണ് നമ്മൾ കണ്ടത്. നമുക്കറിയാം, സ്വാഭാവികമായിട്ട് കുറച്ച് വർഷങ്ങളായി ഈ ശൈവശക്തി സംഗമ കേന്ദ്രമാണ് സത്യത്തിൽ തൃശ്ശൂർ പൂരം. ആളും അർത്ഥവും ആരവും ആചാരവും അനുഷ്ഠാനവും എല്ലാം ഒത്തുചേർന്നിട്ടുള്ള ഹൈന്ദവ ബിംബങ്ങളുടെ സാക്ഷാത്കാരമാണ്. ആ ആചാരങ്ങളായിക്കോട്ടെ, അനുഷ്ഠാനങ്ങളായിക്കോട്ടെ. ഇപ്പോഴും ഈ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലൊന്നും സർക്കാർ സ്പോൺസേഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇതുവരെ യാതൊരു തരത്തിലുള്ള കൈവയ്ക്കാനുള്ള സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഈ പൂരം നടത്തുന്ന 2 ദേവസ്വങ്ങൾ, ഇപ്പൊ പാറമേക്കാവ് ദേവസ്വം ആയിക്കോട്ടെ, തിരുവമ്പാടി ദേവസ്വം ആയിക്കോട്ടെ, ആചാരാനുഷ്ഠാനങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ കൃത്യമായും ശാസ്ത്രീയമായിട്ട് നടത്തുന്ന 2 ദേവസ്വങ്ങളാണ്. നമുക്കറിയാം. അപ്പൊ ഈ 2 ദേവസ്വങ്ങളെ തകർക്കണം, തൃശ്ശൂർ പൂരത്തെ ഞങ്ങളുടെ ചൊൽപ്പടിയിലാക്കണം, കൈപ്പിടിയിൽ ഒതുക്കണം എന്നുള്ള ഹിഡൻ അജണ്ട വെച്ച് പ്രവർത്തിക്കാൻ കുറച്ച് വർഷങ്ങളായി തുടങ്ങിയിട്ട്, പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തിയ നാൾ തൊട്ട് ഇപ്പൊ പിണറായി വിജയൻ ഭരിക്കുന്ന 8ാമത്തെ വർഷമാണ്. ഈ 7 വർഷവും വിവാദങ്ങൾ ഉണ്ടാക്കാതെ ഈ സർക്കാർ മുന്നോട്ട് പോയിട്ടില്ല. പൂരവുമായി ബന്ധപ്പെട്ട് വെടിക്കെട്ടിന്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടാകുന്നു, ആനയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നു, എക്സിബിഷനുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം, ആചാരാനുഷ്ഠാനങ്ങളിൽ കൈ തൊട്ടുകൊണ്ട്, ആചാരാനുഷ്ഠാനം തടഞ്ഞുകൊണ്ട് ഈ പൂരത്തെ നിർത്തിവെക്കാനോ ആചാരാനുഷ്ഠാനം ഇല്ലാതാക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടത്തുകയാണ്. ഇതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇടപെടലായിട്ട് നമുക്ക് ആർക്കും കാണാൻ സാധിക്കില്ല. നമുക്കറിയാം, ഒരു 4 വർഷത്തെ അപ്പുറത്ത് ഒരു ജിഹാദി, അദ്ദേഹം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, തൃശ്ശൂർ പൂരത്തിന്റെ നടക്കുന്ന സമയത്ത് അവിടേക്ക് ബോംബ് ട്രക്ക് ഉപയോഗിച്ചുകൊണ്ട് ബോംബ് കയറ്റിക്കൊണ്ട് അവിടെ സ്ഫോടനം നടത്തും എന്നുള്ളൊരു ഫേക്ക് ഇൻഫർമേഷൻ നടത്തുന്നു. ആ ഇൻഫർമേഷൻ പോലും ഞങ്ങൾ ഇന്ന് സംശയിക്കുന്നത് തൃശ്ശൂർ പൂരത്തെ അട്ടിമറിക്കാൻ വേണ്ടി പോലീസോ അല്ലെങ്കിൽ ഭരണകൂടമോ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കള്ളക്കഥയാണെന്ന്. കാരണം അതിനുശേഷമാണ് ഈ ക്രമസമാധാനം എന്ന പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളെയും ആളിനെയും ആചാരങ്ങളെയും ഒക്കെ കൃത്യമായിട്ട് വരിഞ്ഞു മുറുക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനവർ ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് പോലീസാണ്. നമുക്കറിയാലോ, ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ തടയുമായി ബന്ധപ്പെട്ട സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ പാറമേക്കാവിലെ വരവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ആ പ്രശ്നത്തെ അന്നു തന്നെ ആ പ്രശ്നത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ കളക്ടറും ജനപ്രതിനിധികളും 2 ദേവസ്വങ്ങളും 3 ദേവസ്വങ്ങളും അടക്കം ഇരുന്ന് ചർച്ച ചെയ്തൊരു ക്ലാരിറ്റി വരുത്തിയ ഒരു കാര്യമാണ്. ആ ക്ലാരിറ്റി വരുത്തിയ കാര്യത്തെ ഒരു സുപ്രഭാതത്തിൽ അട്ടിമറിക്കുന്നത് എങ്ങനെയാണ്? അട്ടിമറിച്ചതിന് ശേഷം അട്ടിമറിക്കാൻ ശ്രമിച്ച ആളുകളെ പിന്നെ നമ്മൾ ആ പരിസരത്ത് കാണുന്നില്ല. അവർ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ, പ്രത്യേകിച്ച് മന്ത്രി കെ രാജൻ ആയിക്കോട്ടെ, നമ്മളുടെ സുനിൽകുമാർ ആയിക്കോട്ടെ, നമ്മുടെ ദേവസ്വം മന്ത്രി ബിന്ദുവിന്റെ തട്ടകമാണ്, ബിന്ദു അടക്കമുള്ള ആളുകളെ പിന്നെ നമ്മൾ അവിടെ കാണുന്നില്ലേ. അപ്പൊ അതിനർത്ഥം എന്താണ്? ഇത് AKG സെന്റർ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ വലിയൊരു ഗൂഢാലോചന. കാരണം കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തകർക്കുക എന്നുള്ളത് ഈ സർക്കാരിന്റെ അജണ്ടയാണ്. നമുക്ക് പറയാം, കേരളത്തിലെ വടക്കുന്നാഥിൽ അവസാനമായി വടക്കുന്നാഥനെ പോലും തൊടാനുള്ള ധൈര്യം അവർ കാണിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ശബരിമല ശാസ്താവിനെ തൊട്ടതിന്റെ പേരിൽ ഇവർ വിവരം പറഞ്ഞതാണ്. ഇപ്പോൾ ഇവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം, അടുത്ത ഹിന്ദുവിന്റെ ശക്തി കേന്ദ്രം
അല്ലെങ്കിൽ ഒരു ആചാരാനുഷ്ഠാനങ്ങളെ കൃത്യമായിട്ട് ലോകവും ജനതയും അറിയുന്ന ഒരു കേന്ദ്രം വടക്കുന്നാഥനാണ്. അപ്പൊ ഒരു ഹൈന്ദവരുടെ ഒരു ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായി നടക്കുന്ന ഒരു പ്രദേശത്തെ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തി ആ പൂരത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം ഇവർ നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ ജനങ്ങൾ ആ അട്ടിമറി ശ്രമത്തെ ചെറുത്തു തോൽപ്പിച്ചു എന്നുള്ളത് അത് വളരെയധികം നമുക്ക് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്തിനാണ് ഇവരിങ്ങനെ പേടിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഈ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തൊട്ടുകളിക്കാൻ സർക്കാർ എന്തിനാണ് ഇത്ര സുസ്കാന്തി? അങ്ങനെയാണെങ്കിൽ എല്ലാ മതത്തിൽപ്പെട്ട ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഇവർ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടല്ലോ പലതരത്തിലുള്ള. ഇപ്പൊ തൃശ്ശൂരിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ പാലയും പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ഉത്സവങ്ങളുണ്ട്, അപ്പുറത്ത് ചന്ദനക്കുടം നേർച്ചയുണ്ട്. അങ്ങനെയുള്ള സർവ്വമത വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലമാണ് ഈ തൃശ്ശൂര്. പക്ഷേ വടക്കുന്നാഥ ക്ഷേത്രത്തിനെ മാത്രം എന്തിനാണ് ഇവർ ഇത്തരത്തിലുള്ള ചിറ്റമ നയം കാണിക്കുന്നത്? നമുക്കറിയാം, നമുക്ക് കഴിഞ്ഞ ദിവസം തന്നെ അറിയാം, ആദ്യമായിട്ട് ഈ കണിമംഗലം ശാസ്താവിന്റെ വരവ് മുതൽ, കണിമംഗലം ശാസ്താവിനെ സ്വാഭാവികമായിട്ട് വടക്കുന്നാഥനെ കാണാൻ എത്തണമല്ലോ, ആ വരുന്ന വഴി അടച്ചുകൊണ്ടാണ് പോലീസ് ബാരിക്കേഡ് നിർത്തുകൊണ്ടാണ് ആദ്യത്തെ ഈ പൂരം അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നത്. നമ്മൾ നോക്കണം, കണിമംഗലം ശാസ്താവിനെ വടക്കുന്നാഥനെ കാണാനുള്ള വരവിനെ പോലും ആദ്യം അട്ടിമറിക്കുന്നത്. അപ്പൊ രാവിലെ മുതൽ ഇവർ തുടങ്ങുന്ന ആസൂത്രിതമായിട്ടുള്ള ശ്രമം, ആ ശ്രമത്തിന്റെ അവസാന ക്ലൈമാക്സ് ആണ് 1 മണിക്ക് നമ്മൾ കണ്ടത്. അതാണ് ഞങ്ങൾ പറയുന്നത് ആസൂത്രിതമായി നടത്തുന്ന ഒരു ശ്രമമാണ് എന്നുള്ള കാര്യം ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നത്. ഇതേ ധൈര്യം തന്നെ ഇതര മതത്തിൽപ്പെട്ട ആളുകളുടെ ഒരു ചടങ്ങിനകത്ത് പോലീസിന് വിരലെണ്ണക്കാനുള്ള ധൈര്യം ഉണ്ടോ? ഇല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ബൂട്ടിട്ടുകൊണ്ട് ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുകയാണ്. ബൂട്ടിട്ടുകൊണ്ട് വടക്കുന്നാഥന്റെ പ്രദക്ഷിണ വഴി സഞ്ചരിക്കരുത്, പോലീസിനോട് കൃത്യമായി പറഞ്ഞതാണ്. ആ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് വടക്കുന്നാഥന്റെ പവിത്രമായ മണ്ണിനകത്ത് ബൂട്ടിട്ടുകൊണ്ട് പോലീസുകാർ ഇത്തരത്തിലുള്ള തോന്നിവാസം ചെയ്യുന്ന സമയത്ത് അത് കണ്ടുകൊണ്ട് ജനങ്ങൾ ഇങ്ങനെ സ്തബ്ധരായി നിൽക്കുകയാണ്. കാരണം ലോ ആൻഡ് ഓർഡറിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തകർക്കുക, ഇത് കേരളത്തിൽ ആസൂത്രിതമായി CPM-ഉം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും ഹൈന്ദവ സമൂഹത്തിന്റെ കാരണം അവർക്കറിയാം ഉത്സവങ്ങൾ എന്ന് പറയുന്നത് ഹൈന്ദവ ബിംബങ്ങളാണ്. ഒരു സാംസ്കാരികമായ തനിമയുണ്ട്.